യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 2 കേസുകളിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, നിയമപരമായും രാഷ്ട്രീയപരമായുള്ള വിജയമാണിത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? വേണുതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ മാസം 20-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെടുത്ത കേസിലായിരുന്നു ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ചുമത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യായമായി സംഘം ചേരൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, അങ്ങനെയുള്ള വകുപ്പുകളിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളടക്കം ചുമത്തുകയും കോടതിയിലടക്കം ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ ശക്തമായി ജാമ്യം നൽകരുത് എന്നുള്ള വാദം അത് കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവ സ്വഭാവത്തിൽ പോലീസ് എടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥയിലാണ് ഈ ജാമ്യം അനുവദിച്ചതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപയും കെട്ടിവെക്കണം, 6 ആഴ്ച എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്നുള്ളതാണ് ജാമ്യ വ്യവസ്ഥ എന്നുള്ളത്. 2ാമത്തെ കേസിലും ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാൻ രാഹുൽ അർഹനാണ് എന്നുള്ളതാണ് കോടതി നിരീക്ഷണം. അതിന്റെ വിശദമായ ഉത്തരവ് വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മറ്റേ കേസിന്റെ വിധിയും വായിച്ചു തീരുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജയിൽ മോചിതനാകാൻ കഴിയും. മുൻപ് വേണ്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടടക്കം വലിയ തരത്തിലുള്ള വിവാദമുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നാടകീയമായിട്ടുള്ള അറസ്റ്റും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളും. ഇന്നും വൈകിട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് ജാമ്യം പരിഗണിച്ചത്. ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട വാദിച്ച കാര്യങ്ങൾ, ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് രാഹുലാണ്, മാത്രമല്ല പിരിഞ്ഞുപോയ ആളുകളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നടക്കം രാഹുൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുൽ ആക്രമണം നടത്തിയെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഇപ്പോൾ രാഹുലിന് നിർണായകമായിട്ടുള്ള കേസിലടക്കം ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വേണു, ഷഫീദ, ഇപ്പോൾ ഇനി പരിഗണിക്കുന്നത് ഈ DGP ഓഫീസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയാണോ? നിലവിലിപ്പോൾ ആ ജാമ്യാപേക്ഷയിലും അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യവും കോടതി ആദ്യഘട്ടത്തിൽ വായിച്ചപ്പോൾ രാഹുൽ ജാമ്യം ലഭിക്കാൻ അർഹനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ 2 കേസുകളിലും രാഹുലിന് ജാമ്യം എന്നുള്ളത് തന്നെയാണ്. ഈ കോടതി ഉത്തരവ് മുഴുവൻ കോടതി വായിച്ചു തീരണം. എന്നാൽ മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് ഏതൊക്കെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് 2ാമത്തെ കേസിലും രാഹുലിന് ജാമ്യം അനുവദിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. വേണു, ഷഫീദ്, ഈ പൊതുമുതൽ നശിപ്പിച്ചാൽ എത്ര രൂപ കെട്ടിവെക്കണമെന്നാണ് ജാമ്യോപാധി? പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപ കെട്ടിവെക്കണമെന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ. 50,000 രൂപയുടെ ബോണ്ട്, അതല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, 6 ആഴ്ച എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയ കേസുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ, കോടതി നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ. ഷഫീദ് റാവുത്തർ, അങ്ങനെയെങ്കിൽ ഇപ്പോ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നാണോ കരുതേണ്ടത്? നിലവിലിപ്പോൾ ഈ 2ാമത്തെ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവ് കോടതി വായിക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ ആ ഉത്തരവ് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ കോടതി പറഞ്ഞത് ആ കേസിലും അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടും രാഹുലിന് ജാമ്യത്തിന് അർഹനാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് ആ കേസിലും ജാമ്യം ലഭിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ജയിലിലേക്ക്, പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് ഈ ഉത്തരവിന്റെ പകർപ്പടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഉച്ചയ്ക്ക് ഇപ്പോൾ, അതായത് അല്പസമയത്തിനുള്ളിൽ പൂജപ്പുര ജയിലിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നേതാക്കളും പ്രവർത്തകരും തുടരും. അതിനുശേഷം ഈ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇന്ന് തന്നെ രാഹുൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച്, അതിന് മറ്റൊരു സ്വഭാവം ഉണ്ടാകും. അത് രാഷ്ട്രീയമായ ഒരു ആഘോഷ പരിപാടി, അതല്ലെങ്കിൽ ഒരു സ്വീകരണ പരിപാടിയായി മാറുകയും ചെയ്യും. വേണു, ഷഫീദ് റാവുത്തർ, ഈ ഡിസംബർ 20 സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടവറയിലടയ്ക്കാനുള്ള നീക്കം അതിവേഗം, അതും നാടകീയമായി കേരള പോലീസ് ചെയ്തത്. രാഷ്ട്രീയമായ തീരുമാനം അതിന് പിന്നിലുണ്ടെന്ന വിമർശനവും ഉയർന്നിരുന്നു. എവിടേക്കാണോ പ്രക്ഷോഭം, അതിൻ്റെ പേരിൽ ജയിൽവാസം, അതേ കേന്ദ്രത്തിന് മുന്നിൽ തന്നെ ജയിൽ മോചിതനായി രാഹുൽ എത്തുക എന്ന രാഷ്ട്രീയ സന്ദർഭത്തിനാണോ യൂത്ത് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്?
രാഷ്ട്രീയമായ ഒരു പക്ഷേ ആ ഒരു സംഭവത്തിന് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല നമുക്കറിയാം അസാധാരണമെന്ന് കോൺഗ്രസ് വിശേഷിപ്പിച്ച ഒരു അറസ്റ്റായിരുന്നു അത്. മാത്രമല്ല നാടകീയമായ സംഭവ വികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അരങ്ങേറി എന്നുള്ള ഒരു വിമർശനം, രാഷ്ട്രീയ വിമർശനം കോൺഗ്രസ് പലതരത്തിൽ പല ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ഇന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത് രക്തദാഹി എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിൽ ചില പ്രതിഷേധ സംഭവങ്ങൾ അത് അക്രമാസക്തമാകുന്നു. മുൻപും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാടകീയമായ രീതി, അതായത് പുലർച്ചെ എത്തുന്നു, ഡിസംബർ 20 നടന്ന സംഭവം അത് ഒരു ഏതാണ്ട് ജനുവരി 9 തീയതി അറസ്റ്റിലേക്ക് കടക്കുന്നു. അതടക്കം മുഖ്യമന്ത്രി വൈരാഗ്യബുദ്ധിയോട് പെരുമാറുന്നു എന്നുള്ള വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നു. മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിയിലെ യുവജന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ ശരിയാണോ എന്നുള്ള ചോദ്യം കോൺഗ്രസ് പലതവണ ഉയർത്തിയതാണ്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നാടകീയമായ അറസ്റ്റിലാകേണ്ടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല പോലീസ് എന്നുള്ള വിമർശനം അദ്ദേഹം കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്ത് ഉന്നയിച്ചതാണ്. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിനുശേഷം ഇന്ന് വൈകിട്ട് നടത്തിയ മാർച്ച് അതൊരു സ്വീകരണ പരിപാടിയായി മാറുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. യൂത്ത് കോൺഗ്രസും ആ രീതിയിൽ അതിനെ ചർച്ചയാക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഉത്തരവ് ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് രാഹുലിന്റെ മുൻപിലുള്ള വഴി, അതല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ചിത്രം ലഭിക്കുകയുള്ളൂ.